വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ നല്ല മൈദ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഒന്നിപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, സാധാരണ ഗോതമ്പ് മാവ്. അതിൽ നിന്ന് നമുക്കെങ്ങനെ മൈദ പൊടി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്രയൊക്കെ പൊടി എടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളത് നല്ലവണ്ണം ഒന്ന് നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കട്ടകളെല്ലാം നമ്മളൊന്ന് ഉടച്ചെടുക്കുക നല്ലവണ്ണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അതായത് സൂചി ഗോതമ്പ് റവ അല്ലേ, നമ്മുടെ ഗോതമ്പേനെ അതിൻ്റെ ചെറുത്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നമുക്ക് വേണ്ടത് എടുത്തിട്ട് ഇതേപോലെ പാത്രത്തിലിടുക. പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്ന് വെക്കാം. വെച്ച് കഴിയുമ്പോൾ അത് അറിയാമല്ലോ നിങ്ങൾക്ക് നല്ലവണ്ണം സ്മൂത്താവും. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് പാലെടുക്കുക, അരിപ്പ് വെച്ചിട്ട് പാലെടുക്കുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് പാലെടുക്കാനും ചെയ്യാം. ഇതാകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പൊടി ഇടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഞാനിത് കാണിച്ചു തരാം. മറ്റേതാകുമ്പോൾ നമ്മൾ അടിച്ച് നമ്മൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അതൊന്നും പാലെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിതൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ മൈദ എന്ന് പറയുന്നത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പഴംപൊരി, സമൂസയുടെ ഇതിന്, അങ്ങനെയുള്ള ഉള്ളിവട, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇത് ഒരുവിധം ഒരു സംഭവം എല്ലാം കലങ്ങിയിട്ടിട്ട് നല്ലവണ്ണം കലക്കിയെടുക്കണം നമ്മളത്. അപ്പോൾ ഇതായിട്ടിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മളത് ഇങ്ങനെ അനക്കാതെ മൂടി വെക്കണം. നമ്മളിത് അനക്കരുത്, അനക്കാതെ മൂടി വെക്കുക. അതിനുശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ശരിക്കും വെള്ളം വേറെ, ഇത് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കളയാം. അപ്പം നമ്മൾ ഈ വെള്ളം ഇതങ്ങോട്ട് ഇതിൽ കണ്ടില്ലേ, ഫുൾ തെളിവെള്ളമായിട്ട് ആണ് അനക്കാതെ എടുക്കുക നമുക്ക്. പക്ഷേ മറ്റേ നമ്മൾ സൂചി ഗോതമ്പ് റവ ആകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുക്കുമല്ലോ, അതിന് നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ എടുത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം പിഴിഞ്ഞ് പാലെടുക്കുക. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് തെളി വെള്ളം ഇങ്ങോട്ട് കളയുക. ഇത് നമ്മളൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും നമ്മളതങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളതങ്ങോട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വെയിലത്ത് നമ്മൾ ഒരു 3-4 ദിവസം നല്ല വെയിലത്ത് കൊണ്ടങ്ങോട്ട് വയ്ക്കാം. മൂടി വെക്കണം. നമ്മളൊരു നെറ്റ് വെച്ചിട്ട് മൂടി ഇതൊന്ന് വെയിലത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വെയിലത്ത് മൂടി വെച്ച് കഴിയുമ്പോൾ ശരിക്കും അത് ക്രിസ്പി മാറി ഇങ്ങനെ പൊടിയും. എന്നിട്ട് മിക്സിയിൽ നമുക്കിതൊന്ന് പൊടിച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ മറ്റേതാണെങ്കിൽ പാലെടുക്കുമല്ലോ, അപ്പോൾ ആ പാല് മറ്റേ സൂചി ഗോതമ്പ് റവയെ നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് നമ്മളതിൻ്റെ പാലെടുത്തിട്ട് ഇതേമാതിരി തന്നെ നമ്മൾ ഇടുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ ഏറ്റവും വെയിൽ നല്ലോണം കൊള്ളുന്ന ഭാഗത്തുകൊണ്ട് നമ്മളത് വയ്ക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് തന്നെ ഇപ്പോൾ ഭയങ്കര കട്ടിയായിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് അങ്ങോട്ട് ഉണങ്ങും കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് മൈദ ഉണ്ടാക്കാനൊരു നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സമൂസ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ലവണ്ണം ഒരു 3-4 ദിവസം വെയിൽ കൊള്ളുമ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ ഇത് ഉണങ്ങി കിട്ടുന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേജസ് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കുക, പൊടിയാക്കി എടുക്കുക. എന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും മൈദ ഉണ്ടാക്കുന്ന വീഡിയോ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.